للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين برضا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ ബേപ്പൂർ മണ്ഡലം മുജാഹിദ് പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നേതാക്കളെ, രക്ഷിതാക്കളെ, കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ നേരുള്ള വ്യക്തി, നേരായ സമൂഹം, തൗഹീദാണ് നിദാനം എന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിനിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധന പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു തൗഹീദ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കും, ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തിൽ ഏതു തരത്തിലുള്ള മാറ്റങ്ങൾക്കത് കാരണമാവണം എന്ന വിഷയത്തെക്കുറിച്ചാണ് അല്പകാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനും പരിചയപ്പെടുത്താനും ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഇന്ന് ലോകത്ത് അനേകം വിശ്വാസികളുണ്ട്, അനേകം മതങ്ങളുണ്ട്. ആ മതങ്ങൾക്കൊക്കെ അവരവരുടേതായ ആശയങ്ങളുണ്ട്, ദൈവങ്ങളുണ്ട്, അവരുടേതായ ജീവിത രീതികളുണ്ട്. നമുക്കറിയാം, ഈ ഇന്ത്യ മഹാരാജ്യത്ത് പോലും വസ്ത്രം ധരിക്കാതെ, ഒരു നൂലിയ ബന്ധമില്ലാതെ നടക്കുന്ന വിശ്വാസികളുണ്ട്. അന്യ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഔറത്ത് നഗ്നത പോലും മറയ്ക്കാതെ, ഒരു വസ്ത്രം പോലും ധരിക്കാതെ ആശീർവാദം കൊടുത്ത് പുണ്യാഹം തെളിക്കുന്നവരും നമ്മളെ നാടുകളിലുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിന്റെ കൂട്ടത്തിൽ ജാറ വ്യവസായം നടത്തുന്നവരും കബറ് പൂജ നടത്തുന്നവരും, എന്തിനേറെ ഇതര സമുദായ വിശ്വാസപ്രകാരമുള്ള ചന്ദനക്കുട നേർച്ചകൾ മുതൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റുള്ള മതത്തിൽ നിന്നും കടമെടുത്ത് നടത്തുന്ന മുസ്ലിം സമൂഹം വരെ ഇന്ന് ഈ സമൂഹത്തിലുണ്ട്. എല്ലാവരും വാദിക്കുന്നതും പറയുന്നതും ഞങ്ങളാണ് ദൈവത്തിന്റെ ആളുകൾ, ഞങ്ങൾ ഈശ്വര വിശ്വാസികൾ എന്ന അർത്ഥത്തിലാണ്. പക്ഷെ അവിടെയാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കുന്നതും, ഇസ്ലാം എന്ന മതം, ആ മതത്തിന്റെ പേര് കൊണ്ടുപോലും ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ സംവിധാനിച്ച, ഒന്നുമല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ നിന്നും പിതാവിന്റെ സ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് ബീജമായിരുന്ന ഒരു ബീജമായിരുന്ന നിങ്ങളെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ 3 ഭിത്തികൾക്കുള്ളിലുള്ള അണ്ഡവുമായി കൂട്ടിയോജിപ്പിച്ച് തല താഴോട്ട് വളരുന്ന രീതിയിൽ നിങ്ങൾക്ക് ജന്മം തന്ന് പുറത്തേക്ക് വന്നപ്പോൾ നിങ്ങൾക്കുള്ള മുലപ്പാല് പോലും ഒരുക്കി വെച്ച, കൈകളും കാലുകളും ചുണ്ടുകളും ഏറ്റക്കുറച്ചിലുകളില്ലാതെ, ഒരു പോരായ്മയും കാണാത്ത നിലക്ക് നിങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ച ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടാവായ ഒരു ദൈവത്തിന്റെ മുൻപിൽ പൂർണ്ണ സമർപ്പണത്തോടുകൂടി അവന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കലാണ് തൗഹീദ്. ആ സമർപ്പണത്തിനാണ് ഇസ്ലാം സമർപ്പിക്കുന്നവൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ മുസ്ലിം, ആ മുസ്ലിമിന്റെ ഏറ്റവും നല്ല ലക്ഷണമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഫഅ്ബുദുല്ലാഹ, അവൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കും. ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ചത് പ്രവാചകന്മാരാ. ലോകത്തുള്ള ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമ മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചാൽ നിയോഗിക്കപ്പെട്ട സകല പ്രവാചകന്മാരും
ലോകത്തെ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സന്ദേശമാണ്. വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല കാര്യം ഓർമ്മപ്പെടുത്തി. ഒരു പ്രവാചകന്മാരെയും ഞാൻ അയച്ചിട്ടില്ല, ഇല്ലാ നൂഹിയ ഇലൈഹി, അവർക്ക് വഹി നൽകിയിട്ടല്ലാതെ. എന്തായിരുന്നു ആ വഹി? വഹി എന്നാൽ ദിവ്യബോധനം, ദൈവിക ബോധനം കൊടുത്തിട്ടല്ലാതെ. ഏതായിരുന്നു ദൈവിക ബോധനം? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഏകനായ ഒരു അല്ലാഹു, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. കാരണം ഒരു ഈശ്വരൻ മാത്രമേ ഉള്ളൂ എങ്കിൽ മനുഷ്യർക്കിടയിൽ വേർതിരിവുകൾ ഉണ്ടാകുന്നില്ല, മതവർഗീയതയോ മതവാണിഭവോ നടക്കുന്നില്ല. ഇന്ന് ഒന്നിലധികം ദൈവങ്ങളും ഒന്നിലധികം വിശ്വാസങ്ങളും ഒന്നിലധികം രീതികളിലുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ടായപ്പോൾ മതത്തിന്റെ പേരിൽ ആളുകൾ അടിപിടി കൂടാൻ തുടങ്ങി. കീഴ്ജാതിയും മേൽജാതിയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അനുഭവിക്കാൻ തുടങ്ങി. വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ മനുഷ്യർ തമ്മിലടിക്കാനും അസഹിഷ്ണുതയോടുകൂടി പെരുമാറാനും തുടങ്ങി. അതോടൊപ്പം തന്നെ ആ ഒരു ദൈവവിശ്വാസം ഹൃദയത്തിൽ ഇല്ലാത്തതിന്റെ പേരിൽ സകല രംഗത്തും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാൻ തുടങ്ങി. വിശ്വാസ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക ഇടപെടുന്ന സർവ്വ മേഖലകളിലും കള്ളത്തരങ്ങളും കൊള്ളയും കൊള്ളിവെപ്പും പിടിച്ചുപറിയും കൊലപാതകങ്ങളും ഏറ്റവും കൂടുതൽ വർദ്ധിക്കാനുള്ള കാരണം പോലും ഒരീശ്വരന്റെ മുൻപിൽ കണക്ക് പറയേണ്ടതാണെന്ന ബോധം മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഇന്നത്തെ മനുഷ്യരെ ആ വഴിക്ക് തിരിച്ചുവിടാൻ മാധ്യമങ്ങളും പാശ്ചാത്യ ശക്തികളും ഏറെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണെന്നും അതുകൊണ്ട് ആരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങാനല്ല എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി മതനിരാസത മുതൽ അതല്ലെങ്കിൽ മത തീവ്രവാദം മുതൽ ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസ അനാചാരങ്ങളിലേക്കും മതനിരാകരത്തിലേക്കും ഈ സമൂഹത്തിൽപ്പെട്ട ആളുകളെ കൊണ്ടുപോകാൻ ആളുകൾ പണിയെടുക്കുമ്പോൾ ഏത് സമൂഹത്തിന്റെയും നന്മ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കലാണെന്ന് മുജാഹിദ് പ്രസ്ഥാനം കേരളീയ മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ തുടങ്ങി. ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തകച്ചു പൊളിക്കപ്പെട്ടപ്പോ കേരളീയ ജനതയ്ക്ക് മുൻപിൽ ഒരൊറ്റ ദൈവം, ഒരൊറ്റ ജനത എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാക്കിയതുപോലെ നന്മയിലേക്ക് തിന്മക്കെതിരെ സൃഷ്ടാവിന്റെ മുൻപിൽ, ഏകദൈവന ആരാധനന്റെ മുൻപിൽ അല്ലെങ്കിൽ ഏകനായൊരു സൃഷ്ടാവിന്റെ മുൻപിലെ തൃപ്തിക്കുമാണ് ജീവിതം എന്നിങ്ങനെയുള്ള സന്ദേശങ്ങളാണ് ഇസ്ലാം അതല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയോ സാമുദായിക താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല ഈ കൂട്ടായ്മ ശബ്ദിച്ചിട്ടുള്ളത്. മതത്തെ ആര് ഏതെങ്കിലും തരത്തിൽ ഇകഴ്ത്തി കാണിച്ചാലും മതത്തെ വാണിജ്യവൽക്കരിക്കാൻ ശ്രമിച്ചാലും പ്രവാചകന്റെ ആസാറുകൾ എന്ന ലേബലിൽ കൊണ്ടുവരപ്പെടുന്നത് വാണിജ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതാണെങ്കിൽ പോലും ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കി ഒരു തരം പൊട്ടപ്പാളീസായ കഥകൾ മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ ലേബലുകളിൽ അടിച്ചുവിടുന്ന പൗരോഹിത്യത്തിന്റെ നേരെ വരെ അതല്ല ഇസ്ലാം. ഇസ്ലാം എന്നാൽ ഏകനായ ഒരു സൃഷ്ടാവിന്റെ മുൻപിൽ ദൈവിക തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന സമർപ്പണമാണ് ജീവിതത്തിന്റെ സന്ദേശമെന്ന് പഠിപ്പിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ തൗഹീദിലേക്ക് നമുക്ക് മടങ്ങാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നമുക്ക് നന്മയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സന്ദേശമുണ്ട്. വഇദ് ഖാല റബ്ബുഹു അസ്ലിം. ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല പറഞ്ഞു, ഇബ്രാഹിം താങ്കൾ മുസ്ലിം ആവണം, താങ്കൾ സമർപ്പിക്കണം. ഇതിന്റെ അർത്ഥം പേരുകൊണ്ട് മുസ്ലിം ആവണം, അല്ലെങ്കിൽ പേര് മാറ്റി ഏതെങ്കിലും പള്ളികളിൽ ചെന്ന് സുന്നത്ത് കഴിച്ച് നിസ്കാരത്തിന്റെ രീതിയൊക്കെ ഒന്ന് പഠിച്ച് ഈ ഒരു മാപ്പിളയാവണം എന്ന അർത്ഥത്തിലല്ല. നീ ഒരു പേരുകൊണ്ടും കുടുംബം കൊണ്ടും ജാതി കൊണ്ടും മുസ്ലിം ആവണം എന്ന അർത്ഥത്തിലല്ല. മറിച്ച് ഇബ്രാഹിം താങ്കൾക്ക് ജീവൻ തന്ന താങ്കളുടെ ദൈവത്തിന്റെ മുൻപിൽ, ഈശ്വരന്റെ മുൻപിൽ ജീവിതം സമർപ്പിച്ച് എല്ലാ രംഗവും നന്മയിലൂടെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ആ സന്ദേശമാണ് ഇന്ന് ലോകത്തിന് ഇസ്ലാം നൽകിക്കൊണ്ടിരിക്കുന്നതും. ആ സന്ദേശം ഏറ്റെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു മുവഹിദായി മാറുന്നുള്ളൂ. ബേപ്പൂരിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും നന്മണ്ടയാണെങ്കിലും പേരുകൊണ്ട് നമ്മളിൽ പലരും മുസ്ലിം ആയിരിക്കാം, അല്ലെങ്കിൽ കുടുംബം കൊണ്ട് മുസ്ലിം ആയിരിക്കാം,
പാരമ്പര്യം പറഞ്ഞ് ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ സ്വീകരിച്ചവരായിരിക്കാം. പഴമക്കായ കാലഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്ന് മക്കക്കാര് പറഞ്ഞതുപോലെ ഖാലു വജദ്നാ ആബാഅന, ഞങ്ങളെ പിതാക്കന്മാര് ചെയ്തത് ചെയ്തു, ഞങ്ങളത് ചെയ്യുന്നു എന്നതല്ല ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണം. മറിച്ച് എന്റെ ജീവിതത്തിനൊരർത്ഥമുണ്ടാവണം, എന്റെ ജീവിതത്തിനൊരു നിർദ്ദേശമുണ്ട്. ഏതാണ് ആ നിർദ്ദേശം? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. സൃഷ്ടിച്ച അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിർദ്ദേശം. ആ നിർദ്ദേശം എന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ പിന്നെ എന്നോട് നിർദ്ദേശിക്കപ്പെട്ടത് നന്മകൾ പ്രവർത്തിക്കുക, അധികരിപ്പിക്കുക എന്നുള്ളതാ. വിശുദ്ധ ഖുർആനിലൂടെ അതും അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി. എന്തിനാണ് ജനനം? കുറെ രക്ഷിതാക്കൾക്ക് സന്തോഷിക്കാൻ വേണ്ടി അല്ല. ഇന്ന് ചില ബഹുദൈവ വിശ്വാസികളും മതനിരാസത തലക്ക് പിടിച്ചവരും ആ രീതിയിലുള്ള അന്ധവിശ്വാസികളും പറയുന്നു, ജീവിതം വെറുതെ സൃഷ്ടിക്കപ്പെട്ടു, മാതാവും പിതാവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ഒരു കുട്ടി ജനിക്കപ്പെട്ടു, ആ കുട്ടി കുറെ തിന്നുന്നു, കുടിക്കുന്നു, രമിക്കുന്നു, രസിക്കുന്നു, കളിക്കുന്നു, ഉറങ്ങുന്നു, മരിക്കുന്നു, അതോടുകൂടി കഴിഞ്ഞു എന്ന് വാദിക്കുന്നവർക്ക് മുൻപിൽ ഓർമ്മപ്പെടുത്തി വിശുദ്ധ ഖുർആൻ, അല്ല, നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരല്ല. നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതിന് കൃത്യമായ കണക്കുണ്ട്. കാരണം പിതാവിന്റെ ബീജത്തിലെ ഒരു ബീജമായിരുന്ന നിങ്ങളെ മാതാവിന്റെ അണ്ടത്തോട് കുട്ടിയോജിപ്പിച്ച ഒരു സൃഷ്ടാവുണ്ട്. അവിടുന്ന് വളരുന്ന വളർച്ചക്കനുസരിച്ച് നിങ്ങൾക്ക് ജീവിത സൗകര്യമൊരുക്കി തന്നൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് നിങ്ങളെ ഈ ലോകത്തേക്ക് നിയോഗിച്ചത് ആലീസ് മട്ടിൽ കെട്ടിപ്പൊക്കുന്ന കൊട്ടാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഭൗതികതയുടെ ആഡംബരത്തിൽപ്പെട്ട് ഉപഭോഗ തൃഷ്ണ കൂടി ഭൗതികതയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ കുടിച്ചും കുളിച്ചും രവിച്ചും ആസ്വദിച്ചും അലങ്കാര ജീവിതം നയിച്ച് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പഠിപ്പിച്ച റബ്ബ് വീണ്ടും ഓർമ്മപ്പെടുത്തി, എന്തിനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? അല്ലാഹു ജനനവും മരണവും സൃഷ്ടിക്കാനുള്ള കാരണം അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി. എന്റെ ജീവിതത്തിന്, നമ്മളുടെ ജീവിതത്തിന് ദൈവം നമുക്ക് നൽകുന്ന നിർദ്ദേശം നന്മ പ്രവർത്തിക്കുന്നതിൽ മുന്നേറുക എന്നുള്ളതാ. അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചതും ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഞാൻ എന്റെ ഒരു പ്രതിനിധിയെ, അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ റബ്ബ് ലോകത്തെ സ്നേഹിക്കുന്നത് പോലെ, ഈ ലോകത്തിന് നന്മ ചെയ്യുന്നത് പോലെ, മനുഷ്യത്വം പ്രകടിപ്പിക്കുന്നത് പോലെ, കാരുണ്യം ചൊരിയുന്നത് പോലെ, പരസ്പരം കരുണ ചൊരിഞ്ഞും പരസ്പരം സ്നേഹിച്ചും പരസ്പരം നന്മകൾ അധികരിപ്പിച്ചും ജീവിക്കുന്ന ഒരു പ്രതിനിധിയാവണം എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥവും. ആ അർത്ഥവും ലക്ഷ്യവും നമുക്ക് കണ്ടെത്തണമെങ്കിൽ നമ്മളെ ജീവിതം നമുക്ക് വെച്ച് നീട്ടിയ ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കണം. ആ തിരിച്ചറിവിലൂടെ ജീവിതത്തിന്റെ ഓരോ രംഗവും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മളെ വിശ്വാസ രംഗം ഇന്നേറെ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. മതത്തെ ഭൂരിപക്ഷത്തിന്റെ പേരിൽ വ്യാഖ്യാനിച്ച് മതത്തെ വ്യഭിചരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകന്റെ ആധാറുകൾ വാണിജ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവർ, അതല്ലെങ്കിൽ ജാറങ്ങളെ കൊണ്ടും മക്ബറുകളെ കൊണ്ടും എന്ത് തോന്നിവാസവും ചെയ്യാമെന്ന് ചിന്തിക്കുന്നവർ, മരിച്ചുപോയവന്റെ കബറുകൾ ഒരു ചാണുയർത്തി കെട്ടിയതിന്റെ പേരിൽ ദേഷ്യപ്പെട്ട പ്രവാചകന്റെ അനുയായികളിൽപ്പെട്ട പലരും നിർമ്മിക്കപ്പെട്ട കുബ്ബയുടെ മുൻപിൽ സുജൂദ് ചെയ്തും ആ കുബ്ബയുടെ മുൻപിൽ ഹൈന്ദവ ആചാരപ്രകാരം ആചാരങ്ങൾ നടത്തിയും പലതും കാണിച്ചു കൂട്ടുമ്പോ നമുക്കവർക്ക് മുൻപിൽ പറയാൻ സാധിക്കണം, അത് ഇസ്ലാമിന്റെ മാർഗമല്ല. കാരണം ഇസ്ലാമിൽ ബഹുദൈവ വിശ്വാസമില്ല, ജാറ വ്യവസായങ്ങളില്ല, ജാറ മക്ബറ പൂജകളോ വിശ്വാസങ്ങളോ ഇല്ല. ആദ്യമായി മക്ക വിജയിച്ച അന്ന് മക്കയിലേക്ക് കാലുകുത്തിയ തിരുദൂതൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി മക്കയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കാലിന്റെ നെരിയാണിയുടെ ഉയർച്ചയിൽ പൊങ്ങി നിൽക്കുന്ന സകല കോൺക്രീറ്റ് കബർ തൂണുകളും അടിച്ച് നിരപ്പാക്കിയതാണെങ്കിൽ വിശ്വാസത്തിൽ ഒരിക്കലും ദൈവത്തിൽ പങ്കുചേർക്കുന്ന പ്രവണത കടന്നു വരാൻ പാടില്ല. നമുക്കുണ്ടാവേണ്ട വിശ്വാസം ഏകനായൊരു സൃഷ്ടാവ്, അവനെന്നും നമ്മളെ കാണുന്നുണ്ട്, ഉറക്കമോ മയക്കമോ അവന് ബാധിക്കുന്നില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ലോകത്തെ ഏതൊക്കെ സയന്റിസ്റ്റുകൾ ഉണ്ടെങ്കിലും, ഏതൊക്കെ ശാസ്ത്ര പുരോഗതിയുടെ
ഒടിമൂടിയിൽ മനുഷ്യൻ എത്തിച്ചിട്ടാലും, ഏതൊക്കെ ഡോക്ടർമാർ ഏതൊക്കെ ബിരുദാനന്തര ബിരുദം നേടിയാലും അവസാനമായി പറയുന്നൊരു വാക്കുണ്ട്, എന്നേക്കാൾ മേലെ ദൈവം കൂടി വിചാരിക്കണം. ആ അള്ളാഹുവിന്റെ മുൻപിൽ നമ്മൾ തുല്യരാ. അവിടെ കറുത്തവൻ വെളുത്തവൻ എന്നില്ല, അവിടെ തൊട്ടുകൂടാത്തവൻ തീണ്ടിക്കൂടാത്തവൻ എന്നില്ല, കീഴ്ജാതി മേൽജാതി എന്ന വിശ്വാസങ്ങളില്ല. ഒരു ഈശ്വരന്റെ മുൻപിൽ ആ സന്ദേശത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം കേരളീയ മനുഷ്യരെ ക്ഷണിക്കുമ്പോൾ പ്രസ്ഥാനത്തെ വഹാബികളെന്നും കാലത്തെ പിന്നോട്ട് വലിക്കുന്നവരെന്നും ആക്ഷേപിക്കുന്നവരുണ്ട്. അവരുടെ ലക്ഷ്യം ജാറ വ്യവസായം കൊണ്ട് മുൻപോട്ട് പോകുക എന്നുള്ളതാ. അവരുടെ ലക്ഷ്യം പ്രവാചകന്റെ ആസാറുകളെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാ. റസൂലുള്ള പുതച്ച പുതപ്പിന്റെ കഷണമെന്നും തിരുദൂതൻ ധരിച്ച ചെരുപ്പിന്റെ വാറെന്നും തിരുദൂതന്റെ മുടിയെന്നും പറഞ്ഞ് അതിനെ വാണിജ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് മുൻപിൽ എന്നും ഈ പ്രസ്ഥാനം അവർക്ക് കണ്ണുകടിയായിട്ടുണ്ട്. കാരണം അന്ന് അബൂലഹബിനും അബൂജഹലിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് വിരോധം തോന്നിയോ അതേ വിരോധം തന്നെയാണ് ഇന്ന് അത്തരക്കാർക്ക് ഈ പ്രസ്ഥാനത്തോട് തോന്നുന്നതും. പക്ഷേ നിരന്തരമായി വിരലിലെണ്ണാവുന്ന ആളുകളുമായി മുൻഗാമികളായ പണ്ഡിതന്മാർ ഈ സന്ദേശം പഠിപ്പിച്ചപ്പോ അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ട് മക്കയിലുണ്ടായ വെളിച്ചം പോലെ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിലുണ്ടായ വെളിച്ചത്തിന്റെ അടയാളങ്ങളാണ്. ആയിരങ്ങൾ വെളിച്ചം കിട്ടി, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് സമാധാനത്തോടെ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവവിശ്വാസം എന്നാൽ അത് ബഹുദൈവത്തിലേക്ക് പോവാൻ പാടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ജാറ മരണപ്പെട്ട വ്യക്തികളോടോ അല്ലെങ്കിൽ സിദ്ധന്മാർ ഔലിയാക്കന്മാർക്ക് മുൻപിൽ ഇബാദത്തുകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഏകനായ ഒരു സൃഷ്ടാവിന്റെ മുൻപിൽ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും അവന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുക. അതോടൊപ്പം കുടുംബരംഗത്ത് തൗഹീദ് ഉണ്ടായാൽ ആ കുടുംബത്തെ മാന്യമായി മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഇന്ന് പല കുടുംബങ്ങളിൽ നിന്നും ആ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അള്ളാനെ ഭയക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു രക്ഷിതാവാണെങ്കിൽ അവന്റെ കുടുംബത്തെ പരലോക തൃപ്തിക്ക് വേണ്ടി അവൻ ഒരുക്കും, മുൻപോട്ട് കൊണ്ടുപോകും. പാരത്രിക നന്മക്ക് വേണ്ടി അവൻ ആ കുടുംബത്തെ സംവിധാനിക്കും. അവന്റെ ഭാര്യയോട്, അവന്റെ മക്കളോട്, അവന്റെ മാതാപിതാക്കളോട് അവൻ നീതിയുള്ളവനായിരിക്കും. അവന്റെ ഹൃദയത്തിൽ തൗഹീദ് എന്ന വിശ്വാസമുണ്ടെങ്കിൽ, തൗഹീദിന്റെ വെളിച്ചം അവൻ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ജീവിതത്തിന്റെ ഓരോ രംഗത്തും അള്ളാഹുവിന്റെ തൃപ്തിയും റബ്ബിന്റെ പാരത്രിക ലോകത്തെ നന്മയും പ്രതീക്ഷിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിച്ചാൽ ചെയ്യുന്ന ഓരോ അമലുകൾക്കും അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മങ്ങൾക്കും അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് പ്രതിഫലം കണ്ടെത്താൻ സാധിക്കും. അതാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ പഠിപ്പിച്ചതും. ഇന്നല്ലാഹ ലാ യൻദുർ ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. നിങ്ങളുടെ ശരീരത്തിലേക്ക്, വസ്ത്രത്തിലേക്ക് തൂവള്ള വെളുപ്പ് അള്ളാന്റെ തിരുദൂതൻ ഇഷ്ടപ്പെട്ടതാണെങ്കിലും മനുഷ്യന്റെ വസ്ത്രമോ അവന്റെ ശരീരമോ അവന്റെ ചിഹ്നങ്ങളോ അല്ല അള്ളാഹുവിന്റെ പ്രഥമമായ പരിഗണന. വലാകിന്നല്ലാഹ, മറിച്ച് അള്ളാഹു നോക്കുന്നത് ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാ. ആ ഹൃദയത്തിൽ ഇസ്ലാമുണ്ടോ? ആ ഹൃദയത്തിൽ തൗഹീദുണ്ടോ? ഇന്ന് പല കുടുംബങ്ങളിലും നമ്മൾ പറയാറില്ലേ, ആളൊക്കെ നല്ല ദീനീ ദഅവത്ത് രംഗത്ത് ഇടപെടുന്നവനാ, പക്ഷെ കുടുംബത്തിൽ ആള് മോശ, ഉമ്മാനെയും വാപ്പാനെയും നോക്കാറില്ല, ഭാര്യമാരോട് എപ്പോഴും ഭാര്യയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കും, ദീനീപരമായി എ ക്ലാസ്സിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിലും കുടുംബ സംവിധാനത്തിൽ ഏറ്റവും അടിത്തട്ടിലേക്ക് പോകുകയാണെങ്കിൽ അവൻ തൗഹീദിന്റെ മഹത്വം തിരിച്ചറിയാത്തവനാ. ഈ ലോകത്ത് കുടുംബമായി ജീവിക്കുന്ന 10, 75, 80 കൊല്ലമാണെങ്കിൽ പോലും ആ 80 കൊല്ലത്തെ അവൻ സംവിധാനിക്കുന്നത് പരലോകത്ത് അവസാനിക്കാത്ത ലോകത്തിന് വേണ്ടിയായിരിക്കും. ആ ചിന്തയിലൂടെ ഓരോ സെക്കൻഡുകളും ഓരോ നിമിഷങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിക്കായി നൽകി റബ്ബിന്റെ സ്നേഹം കണ്ടെത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഈ ഒരു സന്ദേശം കൊണ്ട് അത്രയേ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ. ഒരു വ്യക്തി നേരായാൽ ഒരു സമൂഹത്തെ നേരെയാക്കാൻ സാധിക്കും. പല നാടുകളും നമ്മൾ പറയുന്നത് പോലെ കേരളത്തിൽ ഇന്ന് കാണുന്ന പല മഹല്ലുകളും മാറിയത് 1-ഓ 2-ഓ വ്യക്തികളെ കൊണ്ടായിരിക്കും. അവരുടെ നിരന്തരമായ പരിശ്രമം, അവര് സമൂഹത്തിന് മാതൃകയായപ്പോ അവരെ കണ്ട് ഈ ആദർശത്തെ നെഞ്ചേറ്റിയവരുണ്ട്. വക്കം മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, സെയ്ദ് മൗലവിയെ പോലെ, അമാനി മൗലവിയെ പോലെ, അലവി മൗലവിയെ പോലെയുള്ള, AP അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേരിന്റെ നെപ്പമുള്ള കൃത്യമായ രീതിയിലുള്ള ജീവിതവും പരിശ്രമവും ഈ കാണുന്ന കേരളീയ സമൂഹത്തിന്റെ ഭൂരിപക്ഷത്തെ മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, തൗഹീദിൽ ഉറച്ചു നിന്ന് നമ്മൾ പരിശ്രമിച്ചാൽ ഈ സമുദായത്തെ ബാധിച്ച, സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏത് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരത്തിൽ നിന്നും ഈ സമുദായത്തെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ആ സന്ദേശവുമായി
ആ ലക്ഷ്യവുമായി പ്രസ്ഥാനം മുൻപോട്ട് പോകുമ്പോൾ ഓരോരുത്തരും അതിന്റെ ഭാഗങ്ങളാവുക. നേരുള്ള വ്യക്തി, നേരായ സമൂഹം തൗഹീദായിരിക്കണം. കാരണം തൗഹീദിൽ ഉറച്ച് ഒരു നല്ല വ്യക്തിയും സമൂഹവുമാകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.